ഞങ്ങളെ ബാധിച്ച വിഷയം ഞങ്ങളെ കുട്ടീനെ ഇതിൽ ആവശ്യമില്ലാണ്ട് വലിച്ചിട്ടു. എന്തിനാ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടീനെ നിങ്ങൾ വലിച്ചിട്ടു? നിങ്ങൾ ഇന്നെ വലിച്ചിട്ടോളി. ഇപ്പോൾ ഞാൻ പറയാം, ബാസിൽ ഞങ്ങൾ ആണുങ്ങളുണ്ട്, ഇപ്പോൾ ജിംഷ, അഫ്രാസ്, അപ്പം ഷാനു, നബീൽ, ഞങ്ങളെല്ലാവരും ചെക്കന്മാരാണ്. നമുക്കിപ്പോൾ കുറച്ചും കൂടി എന്തുണ്ടാവും ബാക്കിയുള്ളവരെക്കാട്ടിലും ഇതൊക്കെ ഇതിന്ന് കടന്ന് ശീലിച്ച് കുറച്ചൊരു മനക്കട്ടി കുറച്ച് ബിൽഡായി കാണും. നിങ്ങൾ എന്ത് ചെയ്താലും വിഷയമില്ല എന്നുള്ളൊരു മനക്കട്ടി നമുക്കുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്ത് കേസിലും അപ്പോൾ ഇതുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സബ്ജക്റ്റുകളെന്ന് വരുമ്പോൾ നമ്മളെ സൈഡിൽ നിന്നൊന്നും ശബ്ദം ഉണ്ടാക്കാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാണ്ട് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിനെ വലിച്ചിടുമ്പോൾ ഇത് ഫാമിലിയാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഫാമിലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ആദ്യത്തെ പരാതി SIക്ക് കൊടുത്തു. അതുപോലെ തന്നെ SI ഈ പരാതിയിൽ ഈ വീഡിയോ, അതായത് ഇതിൽ ശബ്ദം ഒരു വ്യക്തിൻ്റെതാണ്, ഈ വ്യക്തിൻ്റെ തന്നെ കൂടെയുള്ള ആൾക്കാരാണ് ഈ വ്യക്തി മുമ്പ് സംസാരിച്ച ശബ്ദങ്ങളും കാര്യങ്ങളും ശബ്ദരേഖകൾ പുറത്തു വിട്ടുള്ളത്. അപ്പം ഈ പുറത്തു വിട്ട ആൾക്കാരും ഈ ശബ്ദരേഖയിലുള്ള ആൾക്കാരും ഒക്കെ ഈക്വലി എന്താണ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഈ കുട്ടീനെ ആവശ്യമില്ലാണ്ട് കൊത്തി കീറിയതിലൊരു പാർട്ടാണ്. അപ്പം എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കണ തെറ്റുപോലല്ല. അതായത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്കതിൽ നിന്നുണ്ടായ ഒരു നഷ്ടം തീരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ SIക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നീട് CI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു. വേറൊരു CI സാറിന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ നമ്മൾ SP സാറെ കാണാൻ പോയി. അതായത് കഴിഞ്ഞ 3 ദിവസം, ആദ്യത്തെ ദിവസം SIനെ കണ്ടു, രണ്ടാമത്തെ ദിവസം CI സാറെ കണ്ടു, മൂന്നാമത്തെ ദിവസം SP സാറെ കണ്ടു, നമ്മളെ വളരെ അടുത്തിട്ടുള്ളൊരു SP സാറെ കണ്ടു. അതുപോലെ തന്നെ ആ SP സാറ് നമ്മളോട് വേറെ SP സാറെ പോയിട്ട് കാണാൻ പറഞ്ഞു. മലപ്പുറം ജില്ലേൻ്റെ മേധാവിയായിട്ട് വരുന്നൊരു സാറായിട്ട് പരാതി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ അത് ബോധ്യപ്പെടുത്തി. അതിനുശേഷം ഞങ്ങളെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായി. അതായത് എന്താണ് നിങ്ങൾ ചെയ്യണത്, ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടില്ല. ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഇത് കണ്ടിരിക്കണം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ഈ ഒരു ദൗത്യത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സനു ചേട്ടന്. അപ്പോൾ സനു ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ആഭ്യന്തരമന്ത്രി, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മുമ്പാകെ നിങ്ങൾ ഈ പരാതി എന്തായാലും ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിനുള്ളൊരു അവസരം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിതിൽ ഒരുപാട് ആൾക്കാർ, ജഷീം കണ്ട്, അതുപോലെ തന്നെ നമ്മളെ ബാസിലിൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട്, അതായത് മുക്കം സ്വദേശി, എനിക്ക് പേര് റിഷാൽക്കല്ലേ പറഞ്ഞേ, പേര് എനിക്ക് കറക്റ്റ് ബാസിലിനാണ് അറിയാം, ബാസിലിൻ്റെ അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ അജാസ്ക, അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയേണ്ട പേരുകൾ ഒരുപാട് പേരുകളുണ്ട്. അതായത് ഈ കേസിൽ നമ്മളെ ഒരുപാട് MP മാർ വളരെ നല്ല രീതിയിൽ, അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്, അതായത് നമ്മളെ വീട്ടിലൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിച്ചൊരു വിഷയമായതുകൊണ്ട് തന്നെ ഒരുപാട് MP മാരോട് ഞാൻ ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ മൂവ് ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മളോട് വളരെ അടുത്ത് പരിചയമുള്ള, നമ്മളെ എപ്പോഴും ഒരു ബ്രദറിനെ പോലെ കാണുന്ന MP മാർ എനിക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ എനിക്കുണ്ട്. അതായത് വളരെ നല്ല രീതിയിൽ, അതായത് ഞാനൊരിക്കലും ഒരു സഹായം ചോദിച്ച് ചെല്ലാത്ത ആൾക്കാരാണ്. അതായത് ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യകത ഇവരുടെ അടുത്തൊന്നും വന്നിട്ടില്ല. എനിക്കിങ്ങനെ ഒരു സഹായമാണ്, എനിക്കിങ്ങനെ ഒരു പോലീസ് കേസ് അങ്ങനത്തെ സംഭവം, എനിക്കൊന്ന് സ്റ്റേഷനിൽ പോകണം, ഇതൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ കൂട്ടത്തിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കണം എന്ന് തോന്നി. അങ്ങനെ ഇവരൊക്കെ നല്ല രീതിയിൽ അറ്റ്മോസ്റ്റ് ലെവലിൽ സഹായിച്ച് ഇന്ന് രാവിലെ നമ്മൾ ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ കണ്ട് ഞങ്ങളെ പരാതി വ്യക്തമായിട്ട്, ഞങ്ങൾക്കുള്ള സന്തോഷം എന്താ വെച്ചാൽ ആഭ്യന്തരമന്ത്രിനെ ഇപ്പോഴത്തെ കാലത്ത് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വലിയ ബഹുമതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് അത് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ആഭ്യന്തരമന്ത്രിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് റിസ്ക്കുകളുണ്ട്. അതായത് ഡയറക്റ്റ് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് റിസ്ക്കുകളുണ്ട്. അതായത് നമ്മളെക്കുറിച്ച് അടക്കം പഠിച്ചിട്ടേ ആ മീറ്റിങ്ങിനുള്ളൊരു അവസരം ഒരുക്കുള്ളൂ. അപ്പം നമ്മളെക്കുറിച്ച് അടക്കം പഠിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇന്നലെ രാത്രി, അതായത് വീട്ടിലെത്തി നമ്മളെല്ലാവരും നമ്മളെ വൈക്കായി ഈ പറഞ്ഞ വ്യക്തിനെ വളരെ രീതിയിൽ ആശ്വസിപ്പിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ദിവസം മുതൽ 3 ദിവസം ഇന്ന് ഉച്ച വരെ ഈ വ്യക്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും സമാശ്വസിപ്പിക്കാനും ഈ വ്യക്തിൻ്റെ കൂടെ നിൽക്കാനൊക്കെ നമ്മളുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇന്നലെ രാത്രി പുറപ്പെട്ട് ഉറങ്ങാതെ 4 മണിക്ക് കൊച്ചി എത്തി. 5:45 സമയത്ത് ഉറങ്ങാണ്ടാണ് പോണത്. കാരണം ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ അത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മിസ്സാവും. അപ്പോൾ ഞങ്ങൾ നേരെ സാറിനെ പോയി കണ്ടു. സാറ് 3 പേജോളം വരുന്ന ഞങ്ങളെ പരാതി ഞങ്ങളെ മുമ്പിൽ തന്നെ നിന്നിട്ട് സാറ് വളരെ സൗമ്യതയോടെ, വളരെ നമ്മളെ ഭയങ്കര സ്നേഹത്തോടെയാണ് സാർ ഈ പരാതി മൊത്തം വായിച്ചത്. അപ്പോൾ ഈ പരാതിയെക്കുറിച്ച് സാറ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വിശദാംശങ്ങൾ സ്വീകരിച്ചിട്ട് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള മാർഗ്ഗങ്ങൾ സാറ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളോട് 1-2 ആൾക്കാരെ പോയി കാണാനും പറഞ്ഞു. അപ്പോൾ
ഒന്ന് രണ്ട് ഓഫീസർമാരെ, ഈ വകുപ്പിലുള്ള 1-2 ഓഫീസർമാരുടെ അടുത്ത് നിങ്ങൾ പോകണം, പരാതി നിങ്ങൾ അവിടെയും കൂടി ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ സൈഡിൽ നിന്ന് നിയമപരമായിട്ട് ഇത് മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് എല്ലാവരോടും പറയണമെന്ന് തോന്നി. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ്, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കുക. അതായത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഈ മൈക്കോ സാധനങ്ങളും പിടിച്ച് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുള്ളത്. കാരണം എത്രയോ ജോലികളുണ്ട്, ഒരു മനുഷ്യന് എടുക്കാൻ പറ്റുന്ന 10,000-കണക്കിന് ജോലികളുള്ള ഈ ലോകത്ത്. അന്യൻ്റെ ഇറച്ചി തിന്നണം, അല്ലെങ്കിൽ അന്യനെ കരുവാക്കി, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കരുവാക്കിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ കരുവാരിത്തേക്കുന്നൊരു ജോലി നിങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതെങ്കിലും പാടത്തൊരു പുല്ല് വെട്ടാൻ പോണ ഒരു ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. അതായത് ചെയ്യുന്ന പണികൾക്ക് എന്തുണ്ട്, ഒരു അന്തസ്സുണ്ട്. അപ്പോൾ അങ്ങനത്തെ ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.